ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി ഹോം മേക്കറിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്ന് ഒരു എണ്ണയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മഞ്ഞൾ വെച്ചാണ് നമ്മൾ ഈ എണ്ണ തയ്യാറാക്കിയെടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒത്തിരി നല്ല ഗുണങ്ങളുള്ള ഒരെണ്ണയാണിത്. കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ ഈ എണ്ണ എല്ലാ ദിവസവും തേച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ അവരുടെ കളറൊക്കെ കൂടാനും അതുപോലെ ഡയപ്പർ റാഷൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടൊക്കെ എണ്ണ ഹെൽപ്പ് ചെയ്യും. അതുപോലെ മുതിർന്നവർക്കാണെങ്കിൽ മുഖക്കുരുവൊക്കെ വരാതെ സൂക്ഷിക്കാനായിട്ട് ഈ എണ്ണ ഒത്തിരി ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ രണ്ട് സാധനങ്ങൾ വെച്ച് നമുക്ക് ഈ എണ്ണ തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടത് പച്ചമഞ്ഞളും വെളിച്ചെണ്ണയുമാണ്. ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞൾ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. 1 കപ്പ് വെളിച്ചെണ്ണയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഈ പച്ചമഞ്ഞൾ നമ്മളൊന്ന് അരച്ചെടുക്കണം. ഒരു കല്ലിൽ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്തിരിക്കുന്നതാണിത്. ഇതൊരു 2 ടീസ്പൂൺ പച്ചമഞ്ഞൾ അരച്ചതുണ്ട്. ഇനി അരച്ചില്ലെങ്കിൽ നമുക്കിത് ഉണക്കിയ പൊടി ഉപയോഗിച്ചാലും മതി. നമുക്ക് കടയിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. പിന്നെ ഒരു പാത്രം നന്നായിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം. ഒത്തിരി അങ്ങോട്ട് തിളയ്ക്കുന്ന ചൂടിലേക്ക് പോകരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ എപ്പോഴും തീ വയ്ക്കാനായിട്ട്. ഒരു മീഡിയം ഹീറ്റ് ആവുന്ന ആ ഒരു പരുവമാകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച പച്ചമഞ്ഞൾ ചേർത്ത് കൊടുക്കണം. ഈ പച്ചമഞ്ഞൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ എണ്ണ പതഞ്ഞ് വരും. ആദ്യം ചെറുതായി പതഞ്ഞ് പിന്നെ നല്ല പത വരും. അപ്പോൾ ഈ പതയൊക്കെ മാറി ഈ എണ്ണ ഒന്ന് സെറ്റിലായി വരണം. അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഒത്തിരി ചൂടിൽ എണ്ണ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എണ്ണയിലേക്ക് മഞ്ഞൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മഞ്ഞൾ കരിഞ്ഞു പോവും. അപ്പോൾ മഞ്ഞളിൻ്റെ ഗുണങ്ങളൊന്നും നമ്മുടെ എണ്ണയിലേക്ക് എത്തില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം ചൂടിൽ വേണം നമ്മളെപ്പോഴും മഞ്ഞൾ ഇട്ട് കൊടുക്കാനായിട്ട്. ഈ എണ്ണ നമ്മളെല്ലാവരും വലിയവരാണെങ്കിൽ എല്ലാ ദിവസവും പുരട്ടി കുളിക്കുകയാണെങ്കിൽ സ്കിൻ ഇൻഫെക്ഷൻസൊക്കെ വരാതെ ഇരിക്കാനായിട്ട് നല്ലതാണ്. അതുപോലെ സ്കിൻ ഡ്രൈ ആവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ എണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇല്ലേ, അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമായിരിക്കും. ഇപ്പോൾ വീട്ടിൽ തന്നെ നമുക്ക് തേങ്ങ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ അതാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. ഇല്ല വെളിച്ചെണ്ണയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അപ്പം നമ്മുടെ പതയൊക്കെ മാറി വെളിച്ചെണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നല്ലൊരു മഞ്ഞ കളറൊക്കെ ഉണ്ട് ഈ വെളിച്ചെണ്ണയ്ക്ക്. അപ്പോൾ ഈ വെളിച്ചെണ്ണ നമ്മൾ എല്ലാ ദിവസവും കുളിക്കുമ്പോൾ പുരട്ടി കുളിക്കുവാണെങ്കിൽ സ്കിന്നിലുണ്ടാവുന്ന ഒരുമാതിരി എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കൂടിയാണിത്. അതുപോലെ ആർത്രൈറ്റിസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ എണ്ണ എല്ലാ ദിവസവും ഒന്ന് മസാജ് ചെയ്ത് കുളിക്കുകയാണെങ്കിൽ അതിനുള്ള വേദനയൊക്കെ കുറച്ച് കുറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള നല്ലൊരു എണ്ണയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.